കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ക്രിസ്ത്യാനികൾ വലിയ നോമ്പിന്റെ 41-ാം ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊഴുക്കട്ട. 50 നോമ്പിന്റെ ആദ്യ 40 ദിവസം കർത്താവ് നോമ്പ് നോച്ചതിന്റെയും പിന്നീടുള്ള 10 ദിവസം കർത്താവിന്റെ പീഡാനുഭവങ്ങളെ ഓർത്ത് ക്രിസ്ത്യാനികൾ നോമ്പ് നോക്കുന്നു. കർത്താവ് 40 ദിവസം നോമ്പ് നോറ്റ് വീടിയതുപോലെ ഇപ്പോൾ ക്രിസ്ത്യാനികളും 40 ദിവസം നോമ്പ് നോറ്റ് വീടുകയാണ്. എന്നാൽ പിന്നീടുള്ള 10 ദിവസം കർത്താവിന്റെ പീഡാനുഭവങ്ങളെ ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിന്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വിടുന്നതിനാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ചക്കരയോ പനച്ചക്കരയോ നമ്മൾ തേങ്ങയ്ക്കൊപ്പത്തിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പൊ കൊഴു എന്ന മഴുവെന്നാണ് അർത്ഥം. കൊഴു ഭൂമിയെ പിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാളവാതിൽക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു എന്ന് നമ്മുടെ സങ്കീർത്തനത്തിൽ വായിക്കാറുണ്ട്. നോമ്പിന് മുറിക്കാൻ ഉപയോഗിക്കുന്നതിന് എന്ന അർത്ഥത്തിലാണ് കൊഴുക്കട്ട എന്ന ഈ പലഹാരം ഉണ്ടായത്. അപ്പൊ നിങ്ങളെല്ലാവരും ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.